ഇടുക്കിയിലെ ഗോത്രവിഭാഗക്കാരുടെ ഇടയിൽ ഇപ്പോഴും അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. തകർന്ന് ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കൂരകൾക്ക് ഉള്ളിൽ കുഞ്ഞുങ്ങളുമായി കഴിയുന്ന ശാന്തകുമാരിയുടെ ജീവിതം ആരുടെയും കരളലിയിക്കുന്നതാണ്. ഈ വാർത്തയിലേക്ക് നമുക്ക് പോകാം. ഇടുക്കി വെള്ളിയാമറ്റം പഞ്ചായത്തിലെ പൂമാല കോഴിപ്പള്ളി ഉന്നതിയിലെ ശാന്താകുമാരിയുടെയും കുഞ്ഞുമക്കളുടെയും ദുരിത ജീവിതം നീറ്റൽ നൽകുന്ന ഒരു ഓർമ്മയാണ്. കാട്ടുകമ്പുകൾ വെച്ചുകെട്ടി പ്ലാസ്റ്റിക് ഷെഡിൽ നായ്ക്കളുടെ കാവലിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾ. മഴ പെയ്താൽ പ്ലാസ്റ്റിക് കൂര ഒന്നാകെ ചോർന്നൊലിക്കും. കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ശാന്താകുമാരി ആ ദിവസം തള്ളി നീക്കും. 5 വർഷം മുമ്പാണ് ശാന്താകുമാരിയും കുടുംബവും താമസിച്ചിരുന്ന മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീട് തകർന്നു വീണത്. അന്നു മുതൽ ഈ പ്ലാസ്റ്റിക് ഷെഡിലാണ് ഇവരുടെ താമസം. അയൽവാസികളുടെ സഹായത്തിലാണ് വീട്ടിലെ അടുപ്പ് പുകയുന്നത്. ഒരു വീടിനായി ശാന്താകുമാരി കയറിയിറങ്ങാത്ത ഓഫീസുകളുമില്ല. ഓരോ ദിവസം കഴിയും തോറും ദുരിതവും ദാരിദ്ര്യവും കൂടുന്നതല്ലാതെ കുറയുന്നില്ലെന്നാണ് ശാന്താകുമാരി പറയുന്നത്. പഞ്ചായത്തിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കൊണ്ടുപോയിട്ട് 6-7 മാസമായി. ഇതുവരെയും അതിൻ്റെതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. ചോദിക്കുമ്പോഴത്തേക്കും അവര് പറയുന്നത് ഇനി കുറെ നാൾ കൂടെ കഴിയണമെന്നാ പറയുന്നത്. കുറെ നാളെന്ന് പറഞ്ഞ എത്ര നാളാണെന്ന് അറിഞ്ഞൂടാ. ഉണ്ടെന്നും പറഞ്ഞ് അവര് ചുമ്മാ കളിയാക്കുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വീട് ഇനിയിപ്പോ ഞങ്ങക്ക് പഞ്ചായത്തിൽ നിന്നുണ്ടല്ലോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അതാരും അങ്ങനൊന്നും പറയുന്നില്ല. ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു വീടാ. ആസ്മ രോഗിയായ ശാന്താകുമാരിക്ക് ജോലികൾക്കൊന്നും പോകാൻ കഴിയില്ല. കൂലിപ്പണിക്കാരനായ മകന് വല്ലപ്പോഴും ലഭിക്കുന്ന പണിയെ ആശ്രയിച്ചാണ് കുടുംബം മുമ്പോട്ടു പോകുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ട പോഷകാഹാരങ്ങൾ പോലും നൽകാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നതാണ് വസ്തുത. എനിക്ക് ആസ്മയുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഭക്ഷണം അവന് പണിയുണ്ടെങ്കിൽ ഞങ്ങൾ കറിയും കൂട്ടി കഴിക്കില്ലെങ്കിൽ ഉള്ളതുപോലെ. പിന്നെ അടുത്തുള്ള ചേട്ടന്മാര് 2 പേരുണ്ട്, അവര് സഹായിക്കും. അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു. വെള്ളിയാമറ്റം പഞ്ചായത്തിൽ ഇത്തരത്തിൽ ഗോത്രവർഗത്തിൽ കഴിയുന്ന നിരവധി ആളുകൾ നരകജീവിതം നയിക്കുന്നുണ്ടെന്നാണ് പൊതുപ്രവർത്തകർ പറയുന്നത്. ഇത് വെള്ളിയാമറ്റം പഞ്ചായത്തിലെ കോഴിപ്പള്ളി എന്ന് പറയുന്ന ഉന്നതിയാണ്. ഇവിടെ ഇതേപോലെയുള്ള നിരവധി വീടുകളുണ്ട്. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ കണ്ട് 4ഓളം വാർഡുകള് ആദിവാസി വാർഡുകളാണ്. പക്ഷെ നാളിതുവരെ ഒരാൾ പോലും ഇവരുടെ അവസ്ഥ ചോദിച്ചുകൊണ്ട് ഈ വീടുകളിലേക്ക് കയറി വന്നിട്ടില്ല. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ നിരവധി വീടുകളിൽ ആദിവാസി മേഖലകളിൽ ഇങ്ങനെ നിരവധി വീടുകളുണ്ട്. പിന്നെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവർ, നല്ല രീതിയിലുള്ള പാർപ്പിടമില്ലാത്തവർ, ഈ അവസ്ഥയൊക്കെ ഇങ്ങനെയുള്ളവരെ കാണുവാനും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുവാനും നാളിതുവരെയായിട്ട് കേരളത്തിലെ ഒരു ഗവൺമെന്റും പരിശ്രമിച്ചതെന്നത് സത്യമായ കാര്യമാണ്. പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ശാന്താകുമാരി തന്റെ കുഞ്ഞുമക്കളെയും നെഞ്ചോട് ചേർത്ത് ആ പ്ലാസ്റ്റിക് കൂരയ്ക്കുള്ളിൽ ഓരോ ദിവസവും തള്ളി നീക്കാനുള്ള ശ്രമത്തിലാണ്. കോടികൾ ദൂർത്തടിച്ച് കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച പിണറായി സർക്കാർ ദൂർത്തടിച്ച പണത്തിൽ ഒരു വിഹിതം മാറ്റിവെച്ചിരുന്നുവെങ്കിൽ ഇത്തരം ജീവിതങ്ങൾ നിറം പിടിപ്പിക്കാനാകുമായിരുന്നു. സുബിൻ തോമസ്, ജനം, ഇടുക്കി. ഇതാണോ മുഖ്യമന്ത്രി പറഞ്ഞ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന് പറയുന്നത്? നമുക്ക് ചുറ്റും ദുരിത ഭൂമിയിൽ ജീവിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. അത് തിരുവനന്തപുരം നഗരത്തിലാണെങ്കിലും ഇപ്പോൾ സുബിൻ റിപ്പോർട്ട് ചെയ്ത ഇടുക്കിയിലെ വനവാസി മേഖലകളിലാണെങ്കിലും ഇത്തരത്തിൽ ദാരിദ്ര്യത്തിൽ നിറഞ്ഞു കഴിയുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി ഈ പ്രദേശത്തെ അതിദാരിദ്ര്യമുക്തം എന്ന് പ്രഖ്യാപിക്കുന്നത്. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നുള്ള വിമർശനം വിവിധ കോണുകളിൽ ശക്തമാക്കുന്നതും ഇപ്പോൾ കാണുന്ന ഇത്തരം കാഴ്ചകൾ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ്.